നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി 3 സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അയോധ്യ രാമക്ഷേത്രം, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കൽ എന്നിവയാണ് ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആയുധങ്ങൾ. ആദ്യ 2 നടപടികൾ ഇതിനോടകം തന്നെ വിജയകരമായി ബിജെപി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഏകീകൃത സിവിൽ കോഡിലേക്ക് തന്നെയാണ് പാർട്ടി കടക്കാനിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന ചില റിപ്പോർട്ടുകൾ. ഇതിന്റെ ആദ്യ പടിയെന്നോണം ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ ധാമി അറിയിക്കുന്നുമുണ്ട്. ഫെബ്രുവരി 2-ന് കരട് തയ്യാറാക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് പാസ്സാക്കും എന്നാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഉറപ്പിക്കുന്നത്. എന്തായാലും അയോധ്യയ്ക്ക് പിന്നാലെ ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാക്കി നിർത്താൻ തന്നെയാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്. ഉത്തരാഖണ്ഡിന് തൊട്ടു പിന്നാലെ അസമിലും ഗുജറാത്തിലും ബിൽ ചർച്ചയ്ക്കെടുത്ത് പാസ്സാക്കാനുള്ള ശ്രമങ്ങളും ബിജെപിയുടെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ബിജെപി എന്ത് പറഞ്ഞാണോ അധികാരത്തിലേറിയത് അതിൽ ഏറ്റവും ഒടുവിലത്തെ വാഗ്ദാനം കൂടി പൂർത്തിയാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.